പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ഈശോയെ നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഈശോയുടെ ഉത്ഥിതമായ ശരീരമാണ്. എന്താണ്? ഈശോയുടെ ഉത്ഥാനം ചെയ്ത ശരീരമാണ്. ഈശോയെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴും ഇത് യേശുവിന്റെ ഉത്ഥാനം ചെയ്ത ശരീരമാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഉത്ഥാനം ചെയ്ത ഈശോയെ ഈശോയുടെ കൂടെ നടന്ന ജീവിതകാലത്ത് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ എമ്മാവുസിലേക്ക് പോകുമ്പോൾ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെ പറ്റി തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ ഈശോ അവരുടെ മധ്യത്തിലൂടെ നടന്നു, അവരുടെ കൂടെ നടന്നു. അപ്പോൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. യേശുവിനെ കണ്ടിട്ടുള്ളവർക്ക് ഉത്ഥാനം ചെയ്ത ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ജെറുസലേമിൽ നടന്ന ഈശോയുടെ കുരിശുമരണത്തെ ഉത്ഥാനത്തെ പറ്റിയൊക്കെ അവർ ഈശോയോട് പിന്നീട് വിവരിച്ച് പറയുകയാണ്. അങ്ങനെ വിവരിച്ച് പറഞ്ഞപ്പോൾ ആ ഈശോ ഉടൻ തന്നെ അവരോട് ചോദിക്കുകയാണ്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളവ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ക്രിസ്തു സഹിച്ചതിന് ശേഷം മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ആ മഹത്വപൂർണമായ ശരീരത്തെയാണ് നമ്മൾ ഇവിടെ വിശുദ്ധ കുർബാനയിൽ കാണുന്നത്. മഹത്വപൂർണനായ ഈശോയാണ് അവർ കണ്ടത്. അവർക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. മഹത്വത്തിന്റെ രാജാവിന്റെ മുമ്പിലാണ് നമ്മൾ ആരാധന നടത്തുന്നത്. മഹത്വമുള്ള യേശുവിനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ മഹത്വമുള്ള ജീവിതങ്ങളായി നമ്മുടെ ശരീരങ്ങളും മാറുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മഹത്വത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതറിയണമെങ്കിൽ വചനത്തെ നമ്മൾ ധ്യാനിക്കണം, വചനം കേൾക്കണം. അങ്ങനെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ 2 ശിഷ്യന്മാരുടെയും ഹൃദയം ജ്വലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹൃദയം ജ്വലിച്ച അവരോട് അവർ ഈശോയെ അവരുടെ കൂട്ടത്തിൽ ഇരുത്തിട്ട് പറഞ്ഞു, ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണമേ, ഇപ്പോൾ സന്ധ്യയാകുന്നു. ഈശോ അവരുടെ കൂടെ നിന്നു. ആ വൈകുന്നേരം ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ആ വൈകുന്നേരം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ ഓർമ്മ എങ്ങോട്ട് പോയി? ഇതിനു മുമ്പ് ഈശോ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്ത സംഭവത്തിലേക്ക് അവരുടെ ഓർമ്മ പോയി. അപ്പോഴാണ് മനസ്സിലായത്, ഇത് ഈശോയാണല്ലോ, ഉദ്ധിതനായ ഈശോയാണല്ലോ. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് അടുത്ത വചനം. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. തിരിച്ചറിഞ്ഞ നിമിഷം അപ്രത്യക്ഷനായി. എങ്ങോട്ടാണ് അപ്രത്യക്ഷനായത്? അപ്പത്തിലേക്ക് തന്നെ അപ്രത്യക്ഷനായി. അപ്പത്തിലേക്ക് തന്നെ അവൻ മറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായത്, ഈ അപ്പത്തിൽ ആരാ ഉള്ളത്? ഉദ്ധിതനായ ഈശോ. ആ ഉദ്ധിതനായ ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അഖണ്ഡ ആരാധനയ്ക്ക് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ, നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ആരാധിക്കുമ്പോൾ ഉദ്ധിതനായ ഈശോയെയാണ് ആരാധിക്കുന്നത്. ഈശോയുടെ ശരീരത്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ശരീരത്തങ്ങളാണ് സ്വീകരിക്കുന്നത്. ആ ഉദ്ധിതമായ ശരീരത്തെ സ്വീകരിക്കുമ്പോൾ നമുക്കൊരു ഉയർപ്പുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതകളും ദൈവം നമ്മുടെ മുമ്പിലേക്ക് വച്ചു നീട്ടുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉത്ഥാനത്തിന്റെ മഹത്വം നമ്മിൽ എല്ലാവരും, ഇത് കേട്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ചൊരിയാത്ത കൃപകളുമില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം